ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ തലവൻ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിസ് ജോയ് ആണ്. അതായത് സൺഡേ ഹോളിഡേ പിന്നെ ഇന്നലെ വരെ പോലുള്ള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. സിനിമയിൽ ആസിഫ് അലി പിന്നെ ബിജു മേനോനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് മിയ ജോർജ്, അനുശ്രീ, പിന്നെ ദിലീഷ് പോത്തൻ, കോട്ടൻ നസീറിക്ക, ജാഫർ ഇടുക്കി, അങ്ങനെ നിരവധി പേരുണ്ട്. പിന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്താണോ ആഗ്രഹിക്കുന്നത് അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ അതേപോലെ ബിജു മേനോൻ കൂടി ആ ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കിഡിലനെ CI ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു പുള്ളി. പിന്നെ അതേപോലെ ട്രെയിലർ റിയാക്ഷൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടുപേരെ തമ്മിൽ വാശി, അതായത് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ റിയാക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സിനിമയിൽ ഈഗോ ക്ലാഷ് ഒക്കെ ഒന്നുമില്ല, ഒരു ചില സീൻസിൽ തന്നെ ഉണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരുടെ ആ ക്യാരക്ടർ അതേപോലെ ആയതുകൊണ്ടായിരിക്കാം ഈ രണ്ടുപേരുടെ ഈഗോ ആ ടൈപ്പൊക്കെ പോകുന്നത്. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു എൻഗേജിങ് ആയിരുന്നു. അതായത് ഈഗോ ക്ലാഷ്, പിന്നെ ക്രൈം നടക്കുന്നത്. ഇതിലാകെ എനിക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് തോന്നിയത് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തോന്നി. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ട് പറയാൻ ഒരു രക്ഷയില്ലായിരുന്നു. കിഡിലൻ സെക്കൻഡ് ഹാഫാണ്. അതായത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പിന്നെ എൻഗേജിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. അതായത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, അതായത് ഈ ക്രൈം ചെയ്തത് ആരാണ്, ഇവനായിരിക്കും എന്ന് പറയുമ്പോൾ പക്ഷെ അവനായിരിക്കില്ല മറ്റവൻ, അതേപോലെ പോകും. അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊന്ന് പറയാൻ മറന്നു പോയത്, സെക്കൻഡ് ഹാഫിൽ ഈ ജാഫർ ഇടുക്കി ചില ടൈമിലൊക്കെ എൻട്രി ആവും ക്യാരക്ടറായിട്ട്. അതൊക്കെ ചില ടൈമിൽ നന്നായിട്ട് തോന്നുകയാണ്. അതായത് ഒരു കോമഡി ആ ടൈപ്പിലാണ് പുള്ളി എൻട്രി ആകുന്നത്, ഒരു എഴുത്തുകാർ തന്നെ പോലെ, അതായത് ഒരു നോവലിസ്റ്റിനെ പോലെയാണ് വരുന്നത്. ചിലപ്പോൾ ആ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ഒരു കോമിക് പോലെ തോന്നിയുണ്ടാനി, പക്ഷെ ചില ടൈം ആകുമ്പോൾ ഭയങ്കര വെറുപ്പിക്കുന്ന പോലെ തോന്നിയുണ്ടാനി. അങ്ങനെ അത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാനി. വേറെ ഒന്നും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫിൽ, ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടാനി. പിന്നെ പറയേണ്ടത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കാൻ ദീപക് ദേവാണ്. ഒരു രക്ഷയില്ല, കിഡിലും മ്യൂസിക് ആയിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ടാനി. ചില ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി കൂടി നന്നായിട്ടുണ്ട്, വിഷ്വൽസ് എല്ലാം നന്നായിട്ടുണ്ട്. ഓവറോൾ സിനിമ ഉണ്ടെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇല്ലെങ്കിൽ ക്രൈം ത്രില്ലർ വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് നന്നായിട്ടുണ്ട് സിനിമ. പിന്നെ സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.